എല്ലാത്തിനും പിന്നില് നിന്റെ കൈകളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ രേണുകയെ. നീ മാത്രമല്ല, കൂട്ടിന് നിന്റെ പുന്നാരമുണ്ടെന്ന് എനിക്കറിയാം. നിധിയോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ പാവൻ ചെക്കനെ മോശക്കാരനാക്കിയത് ഭയങ്കര വൃത്തികേടായി പോയി രേണുകെ. വല്ലവരും പറയുന്നത് കേട്ട് എന്നെ തെറ്റുകാരിയാക്കിയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അച്ഛനെന്ത് പണിയായി കാണിച്ച്? അച്ഛനെന്നെ അമ്മയെ തല്ലിയത് ഇവക്ക് മാത്രമല്ല, നിനക്കും കിട്ടണം. നിങ്ങളുടെ രണ്ടിന്റെ സ്വഭാവം എന്തെന്ന് ആരെക്കാളും നന്നായി അറിയുന്ന എനിക്ക് ഉറപ്പാണ്. ആ ബർത്ത്ഡേ പാർട്ടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ രണ്ടാളും കളിച്ച കളിയായത്. അച്ഛൻ നിധിമോളോട് സ്നേഹം കാണും, പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരെ തല്ലുന്നത് ശരിയുള്ള ഏർപ്പാടല്ല. മിണ്ടിപ്പോരുത് നീ. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റ സഹിക്കായിരുന്നു ഞാൻ. പോട്ടെ പോട്ടെ എന്ന് കരുതി സഹിക്കാവുന്ന എന്റെ പരമാവധി ക്ഷമിച്ചു ഞാൻ. വേണ്ടാന്ന് കരുതി കളയുന്നതിനനുസരിച്ച് എന്തും ചെയ്യാന്നായോ നിനക്കൊക്കെ? മനുഷ്യൻ തരം താഴുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ എന്തേലും ചെയ്തു എന്നുള്ളതിന് വല്ല തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഇത് ചെയ്തത് നിങ്ങളൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വലിയ തെളിവിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മാത്രം മതി. എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. നാളെ അന്യരുടെ വീട്ടിൽ പോയി ജീവിക്കേണ്ട ഒരു പെണ്ണിനെയാണ് കൂട്ടുപിടിച്ച് നീ ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്നത്.